ഇയാൾ ഫ്ലൂക്കിന് ഒരു ഹിറ്റടിച്ച് വന്ന ഒരു ഡയറക്ടർ. സെൽഫ് മാർക്കറ്റിംഗ് കൃത്യമായിട്ട് അറിയാവുന്ന, കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്യുന്ന ഒരു ഉഡായിപ്പ് മനുഷ്യൻ. ഞാനിപ്പോഴും സ്റ്റിൽ ഉഡായിപ്പാണോ? യെസ് ഓർ നോ? ലാലേട്ടൻ എൻ്റെ പൊന്നോ, ഞാൻ ലാൽ സാറിനെ കാണാൻ വേണ്ടി ഇത്ര ലൊക്കേഷനിൽ പോയിട്ടുണ്ടെന്നറിയാം. ലാൽ സാറാണെങ്കിൽ നമ്മുടെ തോളത്തേക്ക് വന്ന് തൊട്ടിട്ടൊക്കെ ഇങ്ങനെ മോണിറ്ററിൽ നോക്കി നിൽക്കുക. എനിക്ക് ഇപ്പോഴും രോമാഞ്ചം അതൊക്കെ ഓർക്കുമ്പോൾ തന്നെ. അപ്പോൾ സീൻ 1 തൊട്ട് എന്ത് സംഭവിക്കുന്നു ആ ഫ്ലോയിൽ ഞാൻ ഇങ്ങനെ പോവുക. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴാണ് ഷൺമുഖം വരുന്നത്. ഷൺമുഖനെ കണ്ടപ്പോൾ തൊട്ട് ഏറ്റവും ലാസ്റ്റ് ഷൺമുഖം തിരിഞ്ഞ് നടക്കുന്നവരെ എന്താ പറയുക, ഷൺമുഖൻ്റെ കൂടെ ഇറങ്ങി. അത്രയും കാലം ഷൺമുഖൻ്റെ കൂടെയാണ് ഉണ്ടതും ഉറങ്ങിയതും എല്ലാം. ഒരു പോർഷൻ ഉണ്ട്, ഒരു ബാത്റൂം സീക്വൻസ്, എന്താണെന്ന് ഞാൻ പറയുന്നില്ല. അതിങ്ങനെ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ ഷൺമുഖൻ എന്താണോ ഫീൽ ചെയ്യുന്നത് അത് നമുക്ക് കിട്ടുമോ. ലാൽ സാറിൻ്റെ ശബ്ദവും റിയാക്ഷനും കിട്ടിയിട്ട് ഈ ഒരു സീനിൽ വന്നിട്ട് സ്റ്റക്കായി, ട്രോമയിലായി പോയി. തരൻ ചേട്ടനെ വിളിച്ചു. ചേട്ടൻ എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ വിശ്വസിക്കുവാണ്, ഈ പടം ഞാൻ ഏൽപ്പിക്കുവാണ്. ഞാൻ രഞ്ജിത്ത് സാറിനോട് സംസാരിച്ചിട്ടുണ്ട്, അവർക്കും സമ്മതമാണ്. അത് കേട്ടപ്പോൾ ആദ്യം ഷോക്കിംഗ് ആയിരുന്നു. കാരണം ഇത്രയും വലിയൊരു സിനിമ എന്നുള്ളൊരു സന്തോഷത്തെക്കാൾ ഉപരി നമുക്ക് ആ സമയത്ത് വലിയൊരു ദുഃഖത്തിലായിരുന്നു. സിനിമ എഡിറ്റ് ചെയ്യാനിരുന്നത് നിഷാദിക്കയായിരുന്നു. അതിന് കുറച്ച് ദിവസം മുമ്പാണ് നിഷാദിക്ക നമ്മളെ വിട്ടുപിരിഞ്ഞത്. എന്നെ ആരും ഇതുപോലെ ഇത്രയും വിശ്വസിച്ചിട്ടില്ല. ഞാൻ വിശ്വസിക്കുന്നത് നിഷാദിക്കയുടെ ബ്ലെസ്സിങ് ആണ്. ഫസ്റ്റ് കട്ട്, സെക്കൻഡ് കട്ട്, തേർഡ് കട്ട് അങ്ങനത്തെ പരിപാടിയില്ല. ഒറ്റ കട്ട്, ഫൈനൽ കട്ട് തുടങ്ങിക്കൊള്ളാൻ പറ്റും. എല്ലാവരും തുടർന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന തുടരും സിനിമയുടെ എഡിറ്ററാണ് ഇന്ന് എൻ്റെ കൂടെ ഓൺ ക്ലബ് FM ഷഫീഖ് ബ്രോ. വെൽക്കം ടു ക്ലബ് FM. താങ്ക് യു. തുടരും സിനിമ ഇനി ഷഫീഖാണ് എഡിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇനി ഷഫീഖാണ് എഡിറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ ആ ഒരു മൊമെൻറ്റ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? അത് കേട്ടപ്പോൾ ആദ്യം ഷോക്കിംഗ് ആയിരുന്നു. കാരണം ഇത്രയും വലിയൊരു സിനിമ എന്നുള്ളൊരു സന്തോഷത്തെക്കാൾ ഉപരി നമുക്ക് ആ സമയത്ത് വലിയൊരു ദുഃഖത്തിലായിരുന്നു. സിനിമ എഡിറ്റ് ചെയ്യാനിരുന്നത് നിഷാദിക്കയായിരുന്നു. അതിന് കുറച്ച് ദിവസം മുമ്പാണ് നിഷാദിക്ക നമ്മളെ വിട്ടുപിരിഞ്ഞത്. നിഷാദിക്ക എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു എഡിറ്ററായിരുന്നു. അദ്ദേഹത്തെ എനിക്ക് അങ്ങനെ വലിയ പരിചയമില്ല. ഈ സിനിമയിൽ ഒരു സീൻ അഭിനയിക്കാൻ അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു. ലാൽ സാറിൻ്റെ കൂടെയുള്ളൊരു കോംബോ സീനായിരുന്നു. അന്നാണ് അദ്ദേഹത്തിന് നേരിൽ കാണുന്നത്. അതിന് മുമ്പൊക്കെ ഞാൻ അദ്ദേഹത്തിനെ ഫോണിൽ വിളിക്കാറുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ തല്ലുമാലയൊക്കെ ഇറങ്ങിയപ്പോൾ ഞാൻ തിയേറ്ററിൽ ഭയങ്കര ആഘോഷിച്ച് കണ്ട പടമാണ്. ഞാൻ ഈ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് തിയേറ്ററിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ അതുകൊണ്ട് ആദ്യത്തെ ഷോ തന്നെ, ചിലപ്പോൾ ട്രെയിലർ പോലും കാണാതെ തന്നെ പടം തിയേറ്ററിൽ പോയി കാണുന്ന ഒരാളാണ്. അപ്പോൾ തല്ലുമാല നമുക്ക് കിട്ടിയൊരു വൈബും ഓളവും അതിൻ്റെ എഡിറ്റ്, ഏറ്റവും കൂടുതൽ സംസാരം ഉണ്ടായത് ആ സിനിമയുടെ എഡിറ്റിംഗ് പാറ്റേണിനെ കുറിച്ചാണ്. അപ്പോൾ അത് കണ്ട് നമുക്ക് ഭയങ്കര ഹരമായി ഇക്കാനെ ഫോൺ വിളിക്കുമായിരുന്നു. അതിന് മുമ്പും സിനിമകൾ കണ്ടിട്ടൊക്കെ നമ്മൾ വിളിക്കും, ഇഷ്ടപ്പെട്ടു എന്ന് പറയും. തല്ലുമാല കണ്ടപ്പോൾ എങ്ങനെയെങ്കിലും എനിക്ക് ഇക്കാടെ കൂടെ വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായി. അപ്പോൾ ആ സമയത്താണ് ഞാൻ സ്പോട്ട് എഡിറ്റിംഗ് പടങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ ഇക്കാനോട് ചോദിച്ചു, ഇക്കാടെ ഏതെങ്കിലും പടത്തിൽ എനിക്കിങ്ങനെ സ്പോട്ട് എഡിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, എന്തെങ്കിലും ചാൻസ് ഉണ്ടാവുമെന്ന് ചോദിച്ചു വിളിക്കും. അപ്പോൾ ഇക്ക ഭയങ്കര പോസിറ്റീവായിട്ടാണ് നമ്മളോട് മറുപടി പറയുക. പക്ഷേ ഇക്കാടെ കൂടെ കുറേ ആളുകളുണ്ട്, കുറേ കുട്ടികളുണ്ട് പഠിക്കുന്ന, പിന്നെ പഠിച്ച് കഴിഞ്ഞ് നിൽക്കുന്നവരൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, നോക്കാമെന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷേ പിന്നീട് എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സിനിമയിൽ സ്പോട്ട് എഡിറ്റ് ചെയ്യാൻ വിളിക്കുന്നത്. ആ സമയം തന്നെ ഞാൻ ഭരതനാട്യം എന്ന് പറഞ്ഞ സിനിമയുടെ എഡിറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന സമയം. അപ്പോൾ ഭരതനാട്യം പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ ഏകദേശം കഴിഞ്ഞ് നിൽക്കുമ്പോൾ വീണ്ടും ഇവർ വിളിച്ചു, നെക്സ്റ്റ് ഷെഡ്യൂൾ തുടങ്ങുന്നുണ്ട്, വരാമോ എന്ന് ചോദിച്ചു. ഷാജി സാർ മുഖേന ഡിക്സൺ ചേട്ടനാണ് എന്നെ വിളിച്ചത്. അപ്പോൾ ഷാജി സാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ തുടരും സിനിമയുടെ DOP. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ഒരു 2-3 സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം തുടരെയുള്ള എല്ലാ സിനിമകളിലും പിന്നെ എന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ എന്നെ എവിടെയെങ്കിലും ഇങ്ങനെ അവസരം ഉണ്ടെങ്കിൽ എന്നെ റെക്കമെൻഡ് ചെയ്യാറുള്ളതും ഷാജി സാറാണ്. അങ്ങനെ ഷാജി സാർ മുഖേനയാണ് ഞാൻ സെറ്റിലേക്ക് വരുന്നത്. അപ്പോൾ ആ തരഞ്ചേട്ടനെ അവിടെ വെച്ചാണ് ആദ്യമായിട്ട് കാണുന്നതും പരിചയപ്പെടുന്നതും. അദ്ദേഹത്തിൻ്റെ മുമ്പത്തുള്ള സിനിമകളൊക്കെ നമ്മൾ തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്, പക്ഷേ നേരിട്ട് പരിചയം വരുന്നതെല്ലാം അവിടെ വെച്ചാണ്. അങ്ങനെ സിനിമയിലെ മേജർ സീക്വൻസുകളായിരുന്നു ആ സമയത്ത് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ വർക്കുകളൊക്കെ നടക്കുമ്പോഴാണ് രഞ്ജിത്ത് സാർ അവിടെ വരുന്നുണ്ടായിരുന്നു. രഞ്ജിത്ത് സാർ സ്ഥിരം ലൊക്കേഷനിലിറങ്ങി, ഞാൻ ചെന്ന ദിവസങ്ങളിൽ ഉണ്ടായിരുന്നില്ല. രഞ്ജിത്ത് സാർ വന്നു. അപ്പോൾ രഞ്ജിത്ത് സാർ എന്നെപ്പറ്റി ഷാജി സാർ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഭയങ്കര ഇഷ്ടത്തോടെയാണ് രഞ്ജിത്ത് സാർ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഭരതനാട്യം ചെയ്തു ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ സാറിനും ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മൾ ചെയ്യുന്ന വർക്കൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ സാറും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു നിഷാദിക്ക നമ്മൾ വിട്ട് പിരിയുന്നത്. അത് മൊത്തത്തിൽ എന്താ പറയുക, സെറ്റിലുള്ളൊരു കൂടപ്പിറപ്പ് നഷ്ടപ്പെട്ട പോലെയായിരുന്നു. തരഞ്ചേട്ടനും നിഷാദിക്കയായിട്ട് വളരെ അടുത്തൊരു ആത്മബന്ധമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള എല്ലാ സിനിമകളിലും നിഷാദിക്കയുടെ ഒരു കോൺട്രിബ്യൂഷനുണ്ട്. അദ്ദേഹം ആ സിനിമയ്ക്ക് നൽകിയത് എന്താണെന്നുള്ളത് തരഞ്ചേട്ടൻ പല സമയത്തായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനൊരു പെട്ടെന്ന് നമ്മൾ ഒരു ദിവസം നൈറ്റ് ഷൂട്ട് കഴിഞ്ഞ് രാവിലെ വരുമ്പോഴാണ് ഈ മെസ്സേജ്. ഞാൻ ഉറക്കത്തിൽ നിന്ന്
കോളും മെസ്സേജ് വന്നിട്ടാണ് നമ്മൾ അറിയുന്നത്. എല്ലാവരും ഷോക്കാണ്. രഞ്ജിത്ത് സാറ്, ഷാജി സാറ്. കാരണം പടത്തിൻ്റെ മെയിൻ ഒരാളിങ്ങനെ നഷ്ടപ്പെട്ടു. അതും ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കര ഒരു വിഷമഘട്ടത്തിലായിരുന്നു. ആ ദിവസങ്ങളിൽ ഷൂട്ടും പോകണം, കാരണം ടൈറ്റ് ഷെഡ്യൂളായിട്ട് നിൽക്കുവാണ് ലാൽ സാറിൻ്റെ ഡേറ്റും കാര്യങ്ങളുമായിട്ട്. ഒരു വല്ലാത്ത അവസ്ഥയിലൂടെയാണ് എല്ലാവരും പോയിക്കൊണ്ടിരുന്നത്. പരസ്പരം ഒരു അത്രയും വലിയ സീക്വൻസുകൾ നടക്കുന്നെങ്കിലും ആർക്കും പരസ്പരം ഒന്നും സംസാരിക്കാൻ പോലും കഴിയാത്തത്ര ഒരു ഡാർക്ക് മൂഡായിരുന്നു മൊത്തത്തിൽ. പക്ഷേ അത് കഴിഞ്ഞൊരു കുറച്ച് ദിവസത്തിനുള്ളിൽ പുതിയ എഡിറ്റേഴ്സ് ആരാന്നൊക്കെ ഇങ്ങനെ സംസാരങ്ങൾ പോകുന്നുണ്ട്. ഒരുപാട് പേരുടെ പേരുകൾ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ തരുൺചേട്ടനോട് ചോദിച്ചു, ചേട്ടാ പുതിയ എഡിറ്റർ ആയായിരുന്നോ എന്നൊരു ദിവസം ഇങ്ങനെ ചോദിച്ചു. ഇല്ലടാ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ദീപാവലിയുടെ അന്നൊരു വൈകിട്ട് ഈവനിങ് ആണ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ തരുൺചേട്ടൻ എന്നെ വിളിച്ചു, എന്താ അടുത്ത പരിപാടികളെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ നമ്മൾ ചെയ്യാനിരിക്കുന്ന പരിപാടികൾ സ്പോട്ട് എഡിറ്റിംഗൊക്കെ ആയിട്ട് പിന്നെ ഫൈറ്റ് എഡിറ്റിംഗൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ സിക്കന്ദർ എന്ന് പറഞ്ഞ ഒരു ഹിന്ദി പടം, അതിൻ്റെയൊക്കെ ഫൈറ്റ് എഡിറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഷെഡ്യൂൾ തുടങ്ങാറായിട്ടുണ്ട്, അവരെന്നെ അതിന് വിളിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ബയോയിൽ കണ്ടിരുന്നു സിക്കന്ദർ. അതെ, ഞാൻ സിക്കന്ദർ ചെയ്യുന്നതിന് മുമ്പ് മദ്രാസി എന്ന് പറയുന്ന ഒരു പടം ചെയ്തിട്ടുണ്ട്, ശിവകാർത്തിൻ്റെ ഇറങ്ങാൻ പോകുന്നത്. അതിൻ്റെ ഓഫ്ലൈൻ ഫൈറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടാണ് അവരെന്നെ സിക്കന്ദറിലേക്കും വിളിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ അടുത്ത ഷെഡ്യൂളിലേക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഏട്ടാന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഞാൻ ചേട്ടനോട് ചോദിച്ചു, എടാ എനിക്ക് നിന്നെ അങ്ങനെ പേഴ്സണലി അധികം അറിയില്ല, ഈ സെറ്റിൽ വന്ന് കണ്ട് പരിചയമുള്ളൂ. പിന്നെ ആ സമയത്ത് ഭരതനാട്യം ഇറങ്ങിയായിരുന്നു കേട്ടോ, ഷെഡ്യൂളിൻ്റെ ലാസ്റ്റ് പോർഷൻ കഴിയുമ്പോഴത്തേക്കും ഭരതനാട്യം ഇറങ്ങി. അപ്പോൾ രഞ്ജിത്ത് സാറൊക്കെ പടം കണ്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ആ പടത്തിന് അത്യാവശ്യം നല്ലൊരു പോസിറ്റീവ് റിവ്യൂസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ഇങ്ങനെ എനിക്ക് കൂടുതലായിട്ട് നിന്നെ അറിയില്ല, പക്ഷേ ഞാൻ നിന്നെ അങ്ങ് വിശ്വസിക്കുവാണ്. കാരണം നിഷാദിക്ക പോകാൻ നേരത്ത് ആ ലാസ്റ്റ് ഡേ ഒരു ഷൂട്ടിന് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ചെയ്തിട്ടുള്ള സീക്വൻസുകളൊക്കെ അദ്ദേഹത്തിനെ കാണിക്കാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം ആദ്യം അങ്ങനെ കാണാൻ താല്പര്യം കാണിച്ചില്ല, അദ്ദേഹം അങ്ങനെ കാണാറില്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്തോ എൻ്റെ ഭാഗ്യം കൊണ്ടാണെന്ന് തോന്നുന്നു, അദ്ദേഹം ഒരു നിമിഷം നൈറ്റ് ഇങ്ങനെ വന്നിരുന്നപ്പോൾ ഹെഡ്സെറ്റ് വെച്ചിരുന്നിട്ട് ഞാൻ ചെയ്തു കൊടുത്തുള്ള സീക്വൻസുകൾ കണ്ടു. അപ്പോൾ എന്നിട്ട് പോകാൻ നേരത്ത് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ രീതിയിൽ എൻ്റെ തോളത്തും തട്ടിയിട്ടാണ് പോയത്. പിന്നീട് തരുൺചേട്ടനും അദ്ദേഹം സംസാരിച്ചൊന്നും എനിക്കറിയില്ല. പക്ഷേ ആ തരുൺചേട്ടൻ അന്ന് പറയുന്നത്, നിഷാദൊക്കെ അങ്ങനെ ആരെയും അങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ കണ്ടിട്ടില്ല, പക്ഷേ നീ ചെയ്തത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു, പുള്ളി ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. നീ എടാ എനിക്ക് പണി എളുപ്പമാണ്, നമ്മുടെ രീതിക്ക് തന്നെയാണ് ഞാനും പോകുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞോളൂ. ഞാൻ അപ്പോൾ ഭയങ്കര ചേട്ടൻ പറഞ്ഞു വരുന്നതിൻ്റെ ഒരു ഫീൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഭയങ്കര ഇമോഷണലായി. ഞാൻ ചേട്ടനോട് പറഞ്ഞു, ഞാൻ നിന്നെ വിശ്വസിക്കുവാണ്, ഈ പടം ഞാൻ ഏൽപ്പിക്കുവാണ്. ഞാൻ രഞ്ജിത്ത് സാറിനോട് സംസാരിച്ചിട്ടുണ്ട്, അവർക്കും സമ്മതമാണ്. എന്താ പറയുക, സന്തോഷമാണോ സങ്കടമാണോ എനിക്ക് എന്താ പറയുക, ഞാനപ്പോൾ ഭയങ്കര ലോസ്റ്റായി. ഞാനൊരു 13 വർഷത്തോളം സിനിമയിൽ ഞാൻ പല വർക്ക് ചെയ്തിട്ടുണ്ട്, ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയിട്ടുണ്ട്. എനിക്ക് ഒരു പടം ഡയറക്റ്റ് ചെയ്യാന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ സിനിമയിൽ എങ്ങനെ അവസരം കിട്ടാമെന്നൊന്നും അറിയില്ല. കാണുന്ന ലൊക്കേഷനിലെല്ലാം പോവും, എല്ലാവരോടും ചാൻസ് ചോദിക്കുക, അങ്ങനെ സിനിമയിൽ കയറി പറ്റണം, അതിനുശേഷമാണ് നമ്മുടെ കാര്യങ്ങൾക്ക് നടക്കുള്ളൂ എന്ന് പറഞ്ഞ് മമ്മൂക്ക ബെസ്റ്റ് ആക്ടറി പറഞ്ഞ പോലെ അവധി ദിവസങ്ങളിൽ ഓരോരുത്തരുടെ വീട്ടിൽ പോകുന്ന പറഞ്ഞാൽ മമ്മൂക്കയുടെ വീട്ടിൽ പോയി നിന്നിട്ടുണ്ട് ചാൻസ് ചോദിച്ചു. കാരണം മമ്മൂക്ക ഒരുപാട് ഡയറക്ടേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവരിൽ ആരെങ്കിലും കൂടെയും എനിക്ക് ഒരു ചാൻസ് കിട്ടിയാലോ എന്ന് പറഞ്ഞാൽ മമ്മൂക്കയുടെയൊക്കെ വീട്ടിൽ പോയി നിന്നിട്ടുണ്ട്. പിന്നീട് ഞാൻ സ്പോട്ട് എഡിറ്റിങ്ങിന് പോകുമ്പോൾ മമ്മൂക്കയുടെ അടുത്ത് ഈ കഥ പറഞ്ഞിട്ടുണ്ട്, മമ്മൂക്കയുടെ വീട്ടിൽ പോയി നിന്നതും മമ്മൂക്കയുടെ പടത്തിൽ ബെസ്റ്റ് ആക്ടറിൽ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് മമ്മൂക്കയുടെ മുമ്പിൽ നിന്ന കാര്യം ആ വീഡിയോ ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ മമ്മൂക്കാനെ കാണിച്ചു കൊടുത്തു. മമ്മൂക്ക കുറേ ചിരിച്ചു, മമ്മൂക്ക ഭയങ്കര കൗതുകത്തോടു കൂടി എന്നെ നോക്കി. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര, ഞാൻ കാണിക്കുന്ന സീക്വൻസിനും അദ്ദേഹത്തിന് ഇഷ്ടമാണ്. ഞാൻ ടർബോ, ക്രിസ്റ്റഫർ എന്ന് പറഞ്ഞ സിനിമകളിലെല്ലാം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് എല്ലാ ദിവസവും രാവിലെ നമ്മൾ ക്യാരവാനിൽ കൊണ്ട് സീക്വൻസുകൾ കാണിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ജൂനിയർ ആർട്ടിസ്റ്റായിരുന്നു തുടങ്ങി. പിന്നീട് രാജേഷ് നായർ സാർ എന്ന് പറഞ്ഞാൽ എസ്കേ ഫ്രം ഉഗാണ്ട, സോൾട്ട് മാംഗോ ട്രീ എന്നീ ഫിലിമിൻ്റെ ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ കൂടെ ഈ 2 സിനിമകളിലും എനിക്ക് അസിസ്റ്റ് ചെയ്യാൻ പറ്റി. കുറച്ചു കാലം അദ്ദേഹത്തിൻ്റെ കൂടെയായിരുന്നു. അതിനുശേഷം അഭിനവ് സുന്ദർ നായക്, നമ്മുടെ മൂന്നിനും അസോസിയേറ്റിൻ്റെ ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ കൂടെ ഗോദയിൽ കുറച്ചു കാലം വർക്ക് ചെയ്യാൻ പറ്റി. ഗോദയിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോഴാണ് നിതിൻ രാജ അരോൾ, ഇപ്പം പൊന്മാൻ്റെയൊക്കെ എഡിറ്റർ, അദ്ദേഹത്തിൻ്റെ ഞാനും അവനും ഒരുമിച്ചായിരുന്നു റൂമിൽ. അപ്പോൾ ഞാൻ അന്നത്തെ ലാസ്റ്റ് അസിസ്റ്റൻ്റ് ആയിരുന്നു. പടം തീരാറായ സമയത്താണ് ഞാൻ ജോയിൻ ചെയ്തതും. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു പ്രോസസ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റി. ആ സിനിമയോടുകൂടി അഭിചേട്ടൻ എഡിറ്റിംഗ് നിർത്തി. അപ്പോൾ ഞാൻ അടുത്ത പടം കിട്ടും എന്നുള്ള രീതിയിലിരുന്നു. പക്ഷേ അഭിചേട്ടൻ ആ സമയത്ത് എഡിറ്റിംഗ് നിർത്തി, പടം ഡയറക്റ്റ് ചെയ്യാൻ പോകാൻ വേണ്ടി സ്ക്രിപ്റ്റും പരിപാടിയായിട്ട് എഴുതാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്ത്
അഭിച്ചേട്ടന് ഞാൻ എഴുതാറൊക്കെ ഉണ്ട്. അപ്പോൾ അഭിച്ചേട്ടൻ്റെ ഒരു കഥയുണ്ടായിരുന്നു, എന്നോട് എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചായിരുന്നു. ഞാൻ അതിനൊരു ഡ്രാഫ്റ്റൊക്കെ എഴുതിയായിരുന്നു അഭിച്ചേട്ടൻ്റെ കൂടെ. പക്ഷെ അത് അന്ന് പിന്നീട് നടന്നില്ല. അതിനുശേഷം ഒരു പടം ഡയറക്റ്റ് ചെയ്യാൻ പോയായിരുന്നു ഞാൻ. ഒപ്പത്തിൻ്റെ റൈറ്റർ ഗോവിന്ദ് വിജയ്, അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിൽ ആർട്ടിസ്റ്റുകളൊക്കെ ആയിട്ട് നമ്മുടെ മലയാളത്തിലുള്ള വലിയൊരു പ്രൊഡ്യൂസറായിരുന്നു, പ്രൊഡക്ഷനൊക്കെ ആയിട്ട് ആർട്ടിസ്റ്റ് എല്ലാം ആയതാണ്. അത് 2017. ആ സമയത്ത് ഒരു വർഷത്തോളം ആ പടത്തിൻ്റെ പുറകെ നടന്നു. പ്രീ പ്രൊഡക്ഷനിൽ വരെ ഞാനും അസിസ്റ്റൻസുമായിട്ട് ജോയിൻ ചെയ്തു, കയറിയായിരുന്നു. പക്ഷേ ആ പടം ഒന്നും നടന്നില്ല. അത് എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം ഞാൻ ഒരു വർഷത്തോളം ഒരുപാട് ആൾക്കാരെ ഒരു ഡയറക്ടർ മൂഡിൽ കണ്ടു പരിചയിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നീട് ഇവരെ വേറെ സ്ഥലങ്ങൾ വെച്ച് കാണുമ്പോൾ പടം പോയി, പിന്നെ നമ്മുടെ ആ ക്യാപ്പില്ലല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു 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 ഗിൽറ്റി, എന്തോ ഒരു വിഷമം, ഇനി നടക്കില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സംഭവം ഒന്ന് മാറ്റാൻ വേണ്ടി ഞാൻ വീണ്ടും അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ വിപിൻ അറ്റ്ലിച്ചേറിൻ്റെ കൂടെ കുറച്ച് കാലം അസിസ്റ്റ് ചെയ്തു. ഒരു 6-8 മാസം അദ്ദേഹത്തിൻ്റെ കൂടെ പോയി. അപ്പോഴത്തേക്കും നമ്മുടെ മറ്റേ പഴയ മൂഡ്, മറ്റേ എനർജി, എങ്ങനെയായാലും പടം ചെയ്യണം. വിപിൻ ചേട്ടൻ്റെ കൂടെ കൂടി ഏത് അവസ്ഥയിലും നമ്മൾ പടം ചെയ്തിരിക്കുന്നുള്ളൊരു മൂഡായി, ആ മൂഡായി. അപ്പോൾ ഈ സമയങ്ങളിലെല്ലാം ഈ എഡിറ്റിംഗ് പഠിക്കാനും കാരണം എൻ്റെ പടം എനിക്ക് തന്നെ എഡിറ്റ് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. കാരണം അത് ഞാൻ പ്രേമം സിനിമ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അൽഫോൺസ് ഏട്ടൻ ചെയ്ത് കണ്ടപ്പോൾ ഭയങ്കര ആ ഒരു എനർജി കിട്ടി. അതിനുശേഷമാണ് അങ്ങനെ ഒരു മൂഡ്, അങ്ങനെ പടം ചെയ്യണം എന്നുള്ള മൂഡിൽ തന്നെ വീണ്ടും നമ്മൾ ആക്റ്റീവായിട്ട് ഇറങ്ങുന്ന സമയത്താണ് നമ്മുടെ നിതിൻ രാജ് ആദ്യമായിട്ട് എഡിറ്റ് ചെയ്യുന്ന പടം മനോഹരം. അതിൽ വരാനിരുന്ന ഒരു എഡിറ്റ് ചെയ്യാൻ വന്നൊരു ചേട്ടൻ പെട്ടെന്ന് എന്താ ആവശ്യത്തിന് മാറി. അപ്പോൾ പകരം എന്നെ വിളിച്ചു. ഞാൻ അതിനു മുമ്പ് സ്പോട്ട് എഡിറ്റ് ഒന്നും ചെയ്തിട്ടുമില്ല, പക്ഷേ അതിൻ്റെ പ്രോസസ്സും ഞാൻ കണ്ടിട്ടുമില്ല. അന്ന് അതിൻ്റെ കുറേ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു ബേസിക് ആ മാറിയ ചേട്ടൻ്റെ അടുത്ത് പോയി മനസ്സിലാക്കി. മനോഹരത്തിന് നേരെ ചെല്ലുക, പിറ്റ് അതിൻ്റെ എക്യുപ്മെൻസും കാര്യങ്ങളും മേടിച്ചിട്ട് ചെന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ ഭയങ്കര ഷോർട്ട് കട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ ഭയങ്കര മാനുവലായിട്ട് കട്ട് ചെയ്യുന്നതാണ്. ഞാൻ ചെന്നു, നമ്മുടെ മാക്സിമം സ്പീഡിൽ പരിപാടിയൊക്കെ ചെയ്തു. ഡയറക്ടർക്ക് ഭയങ്കര വർക്കായി, എന്നോട് സാധിക്കുന്നു പറഞ്ഞൊക്കെയായിരുന്നു. അങ്ങനെ മനോഹരം വർക്ക് ചെയ്യപ്പോൾ അത് കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ പാലി എന്ന് പറഞ്ഞൊരു പടത്തിലേക്ക് വിളിച്ചു. ബബിത എന്ന് പറഞ്ഞ മാം ഡയറക്റ്റ് ചെയ്ത പടം. അത് കഴിഞ്ഞ് എന്നെ ബേസിലേട്ടൻ മിന്നൽ മുരളിയിലേക്ക് വിളിച്ചു, സ്പോട്ട് എഡിറ്ററായിട്ട്. ബേസിലേട്ടനെ എനിക്ക് പണ്ടേ പരിചയമുണ്ട്. ഞാൻ AD ആയിട്ട് നിൽക്കുമ്പോൾ തൊട്ട് ബേസിലേട്ടനെ എനിക്ക് പരിചയമുണ്ട്. പിന്നെ ഗോതിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. മനോഹരത്തിലൊരു ക്യാരക്ടർ ഞാൻ ബേസിലേട്ടൻ വന്നിട്ടുണ്ട്. അങ്ങനെ ബേസിലേട്ടൻ എനിക്ക് വലിയൊരു അവസരം തന്നു. അപ്പോൾ അടുത്ത പരിപാടികളിൽ ഇങ്ങനെ നിഴൽ എന്ന് പറഞ്ഞ, പിന്നെ അപ്പുഭട്ടതിരിയുടെ നിഴൽ എന്ന് പറഞ്ഞ പടം ചെയ്തു. അങ്ങനെ നിഴൽ കഴിഞ്ഞ് മോൺസ്റ്റർ എന്ന് പറഞ്ഞ പടം, ലാൽ സാറിൻ്റെ ഫസ്റ്റ് പടം, വൈശാഖ് സാറിൻ്റെ കൂടെ ആദ്യമായിട്ടൊരു വലിയ എന്താ പറയുക സീനിയേഴ്സിൻ്റെ കൂടെ ഒരു പരിപാടിയിലേക്ക് വരുവാണ്. അതും എനിക്ക് ഭയങ്കര ഐ ഓപ്പണറായിരുന്നു. ലാലേട്ടൻ എൻ്റെ പൊന്നോ, ഞാൻ ലാൽ സാറിനെ കാണാൻ വേണ്ടി എത്ര ലൊക്കേഷനിൽ പോയിട്ടുണ്ടെന്നറിയാം. നമ്മൾ ജനിച്ചപ്പോൾ തൊട്ട് കേൾക്കുന്ന പേര്, കാണുന്ന മുഖം, അത് നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ ലാൽ സാറാണെങ്കിൽ നമ്മുടെ തോളത്തേക്ക് വന്ന് തൊട്ടിട്ടൊക്കെ ഇങ്ങനെ മോണിറ്ററിൽ നോക്കി നിൽക്കുക. എനിക്ക് ഇപ്പോഴും രോമാഞ്ചം അതൊക്കെ ഓർക്കുമ്പോൾ തന്നെ. എന്നിട്ട് ലാൽ സാറിൻ്റെ പെർഫോമൻസ് കാണാൻ വേണ്ടി മോണിറ്ററിൽ വന്ന് നിൽക്കും. അദ്ദേഹത്തിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ഇത്രയും വർഷമായില്ലേ, നമുക്കറിയില്ലല്ലോ ഈ എക്സൈറ്റ്മെൻ്റൊക്കെ അവർക്കുണ്ടോ. പക്ഷേ ഇപ്പോഴും കൊച്ചു കുട്ടികൾ കാണുന്ന പോലെ ഭയങ്കര കൗതുകത്തോടുകൂടിയാണ്. അപ്പോഴാണ് മനസ്സിലായി ഇവരുടെയൊക്കെ ഒരു എന്താണ് ഡെഡിക്കേഷൻ എന്നുള്ള സാധനം. എല്ലാ കാര്യങ്ങളിലും ഭയങ്കര എനർജിയിൽ നിൽക്കുന്നു. അപ്പോൾ തന്നെ നമ്മൾ ലോസ്റ്റാണ്. ഈ ലെവൽ ആൾക്കാരുടെ കൂടെയാണ് നിൽക്കുന്നത്. അപ്പോൾ വൈശ സാറിനോട് പറഞ്ഞിട്ടുണ്ട്, ലാലേട്ടൻ്റെ പടമാണ്, ഒരു നമുക്ക് നിസ്സാരമെന്ന് തോന്നുന്ന ഫ്രെയിമിൽ പോലും മിന്നിയും മായുന്ന മാജിക് മൊമെൻറ്റ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞു. സൂക്ഷിക്കണം, ലാലേട്ടനാണ്. അപ്പോൾ നമ്മളിങ്ങനെ ലാലേട്ടൻ്റെ ലൈവ് ഫൂട്ടേജ് സാർ അവിടെ അഭിനയിക്കും, നമ്മൾ എഡിറ്റ് ചെയ്യുന്നു, സാറ് സീൻ കഴിയുമ്പോഴത്തേക്ക് ഞാൻ കാണിക്കും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർ അവിടെ നിന്ന് എത്തുന്നതിന് മുമ്പ് ആ സീൻ തീർത്ത് കഴിഞ്ഞാൽ എനിക്ക് കാണിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. വൈശാഖ് സാറിനും അത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ സാർ അടുത്ത പടത്തിലേക്ക് പ്രീ പ്രൊഡക്ഷൻ തൊട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ടർബോയിൽ സ്ക്രിപ്റ്റൊക്കെ വായിക്കാൻ തന്നു, എന്നിട്ട് നമ്മുടെ അഭിപ്രായങ്ങൾ എടുക്കുക, ഭയങ്കര സപ്പോർട്ടാണ്. അപ്പോൾ ഈ പടത്തിൻ്റെ എഡിറ്റ് ചെയ്തത് ഷമീർ ഖായ. അന്ന് തൊട്ടാണ് ഷമീർ ഖായോട് എനിക്ക് പരിചയം വരുന്നത്. അതിനു മുമ്പേ ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ കുറേ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ആക്ഷൻ എഡിറ്റർ എന്ന് പറഞ്ഞാൽ ഷമീർ ഖായ ആണ് നമ്മുടെ ഒരു മൈൽ സ്റ്റോൺ. അപ്പോൾ എനിക്ക് ഇക്കയുടെ കൂടെ വർക്ക് ചെയ്യണതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും. അപ്പോൾ ഇക്ക വന്നിട്ട് നമ്മുടെ ഫൈറ്റൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നല്ല 2 ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. അതൊക്കെ ഇക്ക കാണും. എന്നിട്ട് ഇക്ക നമ്മുടെ സജഷൻ പറയും, എന്നിട്ട് ഇക്ക ഇരുന്ന് എഡിറ്റ് ചെയ്യും. അപ്പോൾ അതെല്ലാം കാണും കൗതുകത്തോടെ.
അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഇക്കാടെ എഡിറ്റൊക്കെ ഒന്ന് സ്റ്റുഡിയോയിൽ പോയി കാണണം എന്നൊക്കെ ഒരു ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ അന്ന് അത് നടന്നില്ല. ഇപ്പോൾ വൈശാഖ് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതായത് ലാലേട്ടനെ നമ്മൾ നിസ്സാരമായിട്ട് കാണുന്ന ചിലപ്പോൾ ഒരു സീൻ അല്ലെങ്കിൽ ഒരു ഫ്രെയിമിനകത്ത് അദ്ദേഹം തരുന്ന മൊമെൻറ്റ് ഭയങ്കര മാജിക്കലാണ്. അപ്പോൾ ഇതിൽ തുടരും സിനിമയിൽ ഇങ്ങനെ ലാലേട്ടൻ്റെ ഒരു സീൻ കണ്ട് അല്ലെങ്കിൽ ഒരു ഷോട്ട് കണ്ട് വണ്ടർ അടിച്ചു പോയി നിന്ന് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഷോട്ട് ഉണ്ടോ? സ്പോയിലർ സീൻസ് വേണ്ട, പക്ഷെ അല്ലെങ്കിൽ വേറെ അല്ലെങ്കിൽ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഈ സിനിമ എൻ്റെ കയ്യിൽ തന്നപ്പോൾ തൊട്ട് നമ്മൾ ഇങ്ങനെ കൊതിച്ചൊരു മനുഷ്യൻ. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റാണ്. അപ്പോൾ തരഞ്ചേട്ടൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് സുനിലേട്ടൻ്റെയും എൻഡി സാറിൻ്റെയും എൻ്റെയും വലിയൊരു സ്വപ്നമാണ്. സുനിലേട്ടൻ വർഷങ്ങളായി 12 വർഷത്തോളമായിട്ട് കാത്തു വെച്ചൊരു കഥയാണ്. അത് എൻഡി സാറ് വന്നതിന് ശേഷം ഒരുപാട് പ്രമുഖരായിട്ടുള്ള വലിയ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് പോയൊരു കഥയാണ്. അന്ന് ഈ പടത്തിൻ്റെ അനൗൺസ്മെൻറ്റൊക്കെ നമ്മൾ പല രീതിയിൽ കേട്ടിട്ടുണ്ട്. പല രീതിയിൽ വന്നപ്പോൾ നമ്മൾ പല വാർത്തകൾ വന്നിട്ടല്ലോ ഗംഭീര പടമായിരിക്കും എന്നുള്ള രീതിയിൽ നിൽക്കുന്ന കഥയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ വലിയൊരു സ്വപ്നമാണ്, അവരുടെ പ്രതീക്ഷയാണ് സിനിമ. നിന്നെ വിശ്വസിച്ച് അങ്ങ് ഏൽപ്പിക്കുകയെന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ഒരു ഭയവും എന്താ പറയുക, നമ്മൾ ഇതിന് ഇനി ഞാൻ പറഞ്ഞല്ലോ ഈ 13 വർഷത്തെ ജേർണി എനിക്ക് ഇതിന് വേണ്ടിയായിരുന്നു എന്നുള്ള മൂഡിലാണ് ഞാൻ നിൽക്കുന്നത്. ചങ്ക് പറിച്ചു വെക്കുക എന്നാണ് ഞാൻ അതിന് പറയുക. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഫസ്റ്റ് കട്ട്, സെക്കൻഡ് കട്ട്, തേർഡ് കട്ട് അങ്ങനത്തെ പരിപാടിയില്ല, ഒറ്റ കട്ട്, ഫൈനൽ കട്ട് തുടങ്ങിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ നിഷാദയ്ക്ക് ഓൾറെഡി ഒരു ഫസ്റ്റ് ഷെഡ്യൂളിൻ്റെ ഒരു ഡബ് കട്ട് വേർഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി നീ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ സീൻ 1 തൊട്ട് ഞാൻ തുടങ്ങി. ഞാൻ ഓർഡറിലാണ് കട്ട് ചെയ്തത്. അപ്പോൾ സീൻ 1 തൊട്ട് എന്ത് സംഭവിക്കുന്നു ആ ഫ്ലോയിൽ ഞാൻ ഇങ്ങനെ പോവുക. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴാണ് ഷൺമുഖം വരുന്നത്. ഷൺമുഖനെ കണ്ടപ്പോൾ തൊട്ട് ഏറ്റവും ലാസ്റ്റ് ഷൺമുഖം തിരിഞ്ഞ് നടക്കുന്നത് വരെ എന്താ പറയുക, ഷൺമുഖൻ്റെ കൂടെയായിരുന്നു ഞാൻ. അത്രയും കാലം ഷൺമുഖൻ്റെ കൂടെയാണ് ഉണ്ടതും ഉറങ്ങിയതും എല്ലാം. അത്ര ഇൻവോൾവ് ആയിരുന്നു ഞാൻ. ഭയങ്കര പേഴ്സണലി ഷൺമുഖൻ്റെ കൂടെ തന്നെയായിരുന്നു. കാരണം അത്ര ഇമോഷണലി കണക്റ്റ് ആവുന്നൊരു ക്യാരക്ടറാണ്. തുടക്കം വളരെ സരസമായി തുടങ്ങി, പിന്നെ പടത്തിൻ്റെ പല ഘട്ടങ്ങളിലേക്ക് മാറുമ്പോൾ ഞാൻ ഭയങ്കര ഇമോഷണലി കണക്റ്റ് ആവും. ഏതിലൊരു ക്യാരക്ടർ ആയിട്ട് ഭയങ്കര കണക്റ്റ് ആവുന്ന ഒരാളാണ്. പണ്ട് ഈ മിന്നൽ മുരളിയിൽ ഒരു സീക്വൻസ് ഉണ്ട്, ഉഷയുടെ അടുത്ത് മറ്റേ 27 വർഷം എന്ന് പറഞ്ഞ് കാത്തിരിപ്പാന്ന് പറഞ്ഞ സീൻ സ്പോട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കരഞ്ഞിട്ടാണ് എഡിറ്റത്. അപ്പോൾ ബേസിലിട്ട് എന്നെ കളിയൊക്കെ പറഞ്ഞു, ദൈവം കഴിയണമെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും പേഴ്സണലായിട്ടാണ് ഞാൻ സിനിമയെ കാണുന്നത്. എൻ്റെ സന്തോഷവും സങ്കടവും എല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ളത് സിനിമയായിട്ടാണ് ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്തിട്ടുള്ളത്. എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറയുന്ന ഒരു മൂഡാണ് എനിക്ക്. അതുകൊണ്ട് എനിക്ക് വലിയ സ്പോർട്സിനോടും അങ്ങനെ ഒന്നിനോടും വലിയ കമ്പം തോന്നിയിട്ടുമില്ല, ഞാൻ അങ്ങനെ പോയിട്ടുമില്ല. ഇതാണ് എൻ്റെ ഒരു ലൈഫ് എന്നുള്ളത്. എല്ലാവരും പറഞ്ഞു സിനിമയെ ജീവിതമൊക്കെ നോക്കണ്ടെന്നൊക്കെ പറയുന്ന എല്ലാവരും എന്നോട് പറയുന്നത്. പക്ഷേ എനിക്കത് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. തിയേറ്ററിൽ പോയിട്ട് ഓരോ ക്യാരക്ടേഴ്സിൻ്റെ ഇമോഷൻസും കാര്യങ്ങളും കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുന്ന ഒരാളാണ്. നമ്മളെ കൊള്ളിക്കുന്ന രീതിയിൽ പറയുന്ന സിനിമകൾ ഭയങ്കരമായിട്ട് നമ്മൾ കൊണ്ടുനടക്കും. അതുപോലത്തെ ഒരു ക്യാരക്ടറും കഥയും കിട്ടിയപ്പോൾ എന്താ പറയുക, നമ്മൾ ഓരോ സീൻ കഴിയുമ്പോൾ ഇങ്ങനെ കൊതിച്ച് ഇങ്ങനെ പോയി ഒരു പോർഷനുണ്ട്, ഒരു ബാത്റൂം സീക്വൻസ്, എന്താണെന്ന് ഞാൻ പറയുന്നില്ല. അതിങ്ങനെ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ ഷൺമുഖൻ എന്താണോ ഫീൽ ചെയ്യുന്നത് അത് നമുക്ക് കിട്ടുമല്ലോ. ലാൽ സാറിൻ്റെ ശബ്ദവും റിയാക്ഷനൊക്കെ കിട്ടിയിട്ട് ബാക്കി എല്ലാ സീനും ഒരു ഹാഫ് ഡേയിലേക്ക് തീർന്ന് പോകുന്നത്, 1, 2, 3 സീനൊക്കെ ഒരു ദിവസം, അല്ലെങ്കിൽ മാക്സിമം ഒരു 5 സീനൊക്കെ ഒരു ദിവസം തീരാറുണ്ട്. ഈ ഒരു സീനിൽ വന്നിട്ട് സ്റ്റക്കായി. അതാണ് വാവ് അടുപ്പിച്ച ആ ഒരു സീനല്ലേ. ഞാൻ ട്രോമയിലായി പോയി. കാരണം നമ്മൾ ആ ഷോർട്സ് ഇങ്ങനെ ഓർഡർ ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ ആ ഒരു സീക്വൻസാണ്, അതിൻ്റെ ഇദ്ദേഹം എന്തൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ ചിന്തിക്കും. ഈ പെർഫോമൻസ് ചെയ്യുമ്പോൾ ഇദ്ദേഹം ഏതിലൂടെയൊക്കെ പോയിട്ടുണ്ടാവും, എന്തായിരിക്കും ഇദ്ദേഹം ചിന്തിക്കുക. അപ്പോൾ ഞാൻ തരഞ്ചേട്ടനോട് ചോദിക്കും. അപ്പോൾ തരഞ്ചേട്ടൻ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യും. അപ്പോൾ അത് കേട്ടിട്ട് വന്നിട്ട് കാണുമ്പോഴാണ് കൂടുതൽ ഇമോഷണൽ ആവും. നമ്മളങ്ങ് ലോസ്റ്റ് ആവും. എനിക്ക് പിന്നെ കുറച്ച് നേരത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കൊക്കെ ആയിട്ടുണ്ട്. കാരണം ഇങ്ങനത്തെ പെയിനിലായിരിക്കില്ല അദ്ദേഹം നിൽക്കുക എന്നുള്ളൊരു വിഷമത്തിലേക്ക് ആയിപ്പോയി. അപ്പോൾ ഇങ്ങനെ ആ സീക്വൻസാണ് എന്നെ വല്ലാതെ ഹോണ്ട് ചെയ്തൊരു സീൻ. അതിനുശേഷം സീക്വൻസൊക്കെ എഡിറ്റ് ചെയ്ത് തെരഞ്ചേട്ടനെ കൊണ്ടുപോയി കാണിക്കും. അപ്പോൾ സീൻ 1 തൊട്ട് നമ്മളിങ്ങനെ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ കാണിക്കുമ്പോൾ തെരഞ്ചേട്ടൻ നമ്മൾക്ക് ഓരോ സീക്വൻസായിട്ട് ഞാൻ കൊണ്ടുപോകാം തരുന്നൊരു ഊർജ്ജമുണ്ട്. ചിലപ്പോൾ നമുക്കൊരു ഡെഡ് ലൈനൊക്കെ ഉണ്ടായിരുന്നു, പടം നേരത്തെ റിലീസ് എന്നുള്ള രീതിയിലായിരുന്നപ്പോൾ ഇന്ന സമയത്ത് തീരണമെന്നുണ്ടായിരുന്നു. അപ്പോൾ രാവും പകലും എല്ലാം എനിക്ക് ഉറങ്ങണത് പോലും ഇഷ്ടമല്ലായിരുന്നു. കാരണം ആ സമയത്തും എഡിറ്റ് ചെയ്യണം എന്നുള്ള മൂഡ്. പക്ഷേ എന്നാലും നമ്മൾ ടയർഡ് ആവുമല്ലോ. അപ്പോൾ ചിലപ്പോൾ വൈകിട്ടൊക്കെ ആയിരിക്കും തരഞ്ചേട്ടനെ കൊണ്ടുവന്ന് ഞാൻ സീക്വൻസ് കാണിക്കാം. അപ്പോൾ ചേട്ടന് ഭയങ്കര ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബൂസ്റ്റ് ചെയ്യും നമ്മളെ. ചേട്ടൻ പറഞ്ഞ വാക്കുകൾ ഭീകരമാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ വൻ എനർജിയാണ്. നമ്മൾ എന്താ പറയുക, നമ്മൾ നേരെ
ഒരു 5 സീനും കൂടി എഡിറ്റ് ചെയ്യാനുള്ളൊരു എനർജിയിലേക്കായിരിക്കും പിന്നെ പോവുക. നേരെ അങ്ങനെ പോവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു സാധനം കാണിച്ചു തരാം. ഓക്കെ. ഏയ് ഷഫീഖെ, യെസ് എടാ, സീരിയസ്ലി വെരി ഹാപ്പി. നീ ഇപ്പോൾ നമ്മുടെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ അങ്ങനെ ഒരു ഇൻ്റർവ്യൂ കൊടുക്കാൻ വേണ്ടി നിന്നെ ആളുകൾ ഇങ്ങനെ വിളിക്കുന്നത്, എന്താ പറയുക, നീ ട്രൂലി ഡിസേർവിങ് ദിസ് പൊസിഷൻ. നിന്നെ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ ലോകം. ഓക്കെ, അപ്പം എന്താ പറയുക, നിഷാനെ പോലെ തന്നെ ഒരു നല്ല കൊളീഗ്, അല്ലെങ്കിൽ എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ ഒരു ശക്തി, എൻ്റെ കഴിഞ്ഞ 2 സിനിമകളിലൊരു ശക്തി എന്നിൽ നിന്ന് പോയപ്പോൾ എന്നെ ആ മിസ്സിങ് ഫീൽ ചെയ്യിക്കാത്ത രീതിയിൽ എനിക്കൊപ്പം നിന്ന, എന്നെ എന്താ പറയുക, മിസ്സിങ് ഇൻ ദ സെൻസ് ആ സിനിമയ്ക്ക് ആ മിസ്സിങ് ഫീൽ ചെയ്യാത്ത രീതിയിൽ എനിക്കൊപ്പം നിന്ന ഒരു അനിയനാണ് നീ. അപ്പം ഗുഡ് ടെക്നീഷ്യൻ, വെരി ഹാപ്പി ഫോർ യു. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, എപ്പോഴും ഞങ്ങൾ എഡിറ്റ് ടേബിളിലിരിക്കുന്ന സമയത്ത് നിഷാദ് ഷഫീഖ് അങ്ങനെ വരുന്നുള്ളൂ. ഷഫീഖ് ഇങ്ങനെ ഒരിക്കൽ പറഞ്ഞിരുന്നു, തെരഞ്ഞേട്ടനെ പറ്റി എനിക്കറിയില്ലായിരുന്നു. അപ്പം തെരഞ്ഞേട്ടനെ ഞാൻ പുറത്തുനിന്ന് തെരഞ്ഞേട്ടനെ കാണുമ്പോൾ ഇയാൾ ഫ്ലൂക്കിന് ഒരു ഹിറ്റടിച്ച് വന്ന ഒരു ഡയറക്ടർ, എന്താ പറയുക, ഇപ്പം സെൽഫ് മാർക്കറ്റിംഗ് കൃത്യമായിട്ട് അറിയാവുന്ന, കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്യുന്ന ഒരു ഉഡായിപ്പ് മനുഷ്യൻ എന്നാണ് ഷഫീഖ് എന്നെ പറ്റി മുന്നേ റീഡ് ചെയ്തിരുന്നത് പറഞ്ഞിട്ടുണ്ട്. ഷഫീഖ്, എന്തെങ്കിലും മാറ്റം നിനക്ക് വന്നിട്ടുണ്ടോ? ഞാനിപ്പോഴും സ്റ്റിൽ ഉഡായിപ്പാണോ? ഓക്കെ, എനിവേ താങ്ക് യു. ഷഫീഖിനെ കൃത്യമായിട്ട് വായിച്ച് ലോകത്തെല്ലാ ആളുകളെയൊക്കെ അറിയിക്കുക. ഞാൻ നിഷാദിനോട് പറയുന്ന പോലെ തന്നെ അടുത്ത 10 വർഷം നിൻ്റെയാണ് നിഷാദ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ ഷഫീഖിനോട് പറയുന്നു, ഷഫീഖെ, അടുത്ത 10 വർഷം നിൻ്റെയാണ്. മേക്ക് യൂട്ടിലൈസ് ഈച്ച് ആൻഡ് എവരി മൊമെൻറ്റ്സ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഞാൻ ഉഡായിപ്പാണോ അല്ലേ? അതെ, യെസ് ഓർ നോ, തരുൺമൂർത്തി ഉഡായിപ്പാണോ? ഒരിക്കലുമല്ല. എൻ്റെ ലൈഫിൽ എനിക്ക് ഈ ഭയങ്കര ട്രസ്റ്റ് ഇഷ്യൂ ഉള്ള ഒരാളാണ്. നമുക്ക് ഭയങ്കരമായിട്ട് ഒരാളെ കണ്ണും പൂട്ടി വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ഞാൻ ലൈഫിൽ ഒരുപാട് പേരെ കണ്ണും പൂട്ടി വിശ്വസിച്ചിട്ടുണ്ട്. ഇതാണ് ഇവർക്ക് വേണ്ടി നമ്മൾ മരിച്ചു നിൽക്കണം എന്ന് പറഞ്ഞാൽ മരിച്ചു നിന്നിട്ടുണ്ട്. എന്നോട് രാജേഷ് സാറ് പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ, നീ ഒരു സ്ഥലത്തു നിന്ന് പോകുമ്പോൾ നിൻ്റെ മിസ്സിങ് അവർക്ക് ഫീൽ ചെയ്യണം. വേറൊരാൾ വരും, നിനക്ക് പകരക്കാരൻ എപ്പോഴും വരും, അല്ലെങ്കിൽ നീ ചെയ്ത പണി ചെയ്യാൻ വേറൊരാൾ വരും. പക്ഷേ നീ ചെയ്തത് ആ പോകുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ നിന്നെ പറഞ്ഞു വിടുന്ന ഒരാൾക്ക് ഒരു മിസ്സിങ് ഫീൽ ചെയ്യണം എന്നൊരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ എൻ്റെ ഏറ്റവും ഏർലി ഏജിലാണ് ഞാൻ AD ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പണി കിട്ടുമോ ഇതെല്ലാം നമ്മൾ ചെയ്യുക. സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ കഷ്ടപ്പെട്ടൊന്നും പറയത്തില്ല, കാരണം ഇതെൻ്റെ ലൈഫിൽ ഇതല്ലാതെ വേറൊന്നും അങ്ങനെ ആഗ്രഹിച്ചിട്ടൊന്നുമില്ല. കിട്ടുന്ന അവസരങ്ങളെല്ലാം യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ്. എനിക്ക് ചിലപ്പോൾ ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ല, ചിലപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കും. പക്ഷെ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ കുറച്ച് നാൾക്ക് ശേഷം അതെന്തിനാണ് നോക്കി നിന്നെന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ദൈവമായിട്ട് എനിക്ക് അങ്ങനെ തോന്നിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ പല മനുഷ്യരും എന്നെ വന്നിട്ട്, എടാ നീ അടുത്ത പരിപാടിയിൽ നീ ഉണ്ട് കേട്ടോ, നീയാണിത് എന്നൊക്കെ പറഞ്ഞ് പല അവസരങ്ങളും എനിക്ക് പറഞ്ഞിട്ടുണ്ട് പല രീതിയിൽ. അപ്പോൾ അവരൊക്കെ നമ്മൾ വീണ്ടും ഇങ്ങനെ വിളിച്ച്, ചേട്ടാ എന്തായി, നമുക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ ചിരിച്ചിട്ട് പോവുള്ളൂ. സെറ്റാക്കാന്നൊക്കെ പറഞ്ഞു പോവുള്ളൂ. ഞാൻ ഈ മനുഷ്യനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ, പ്രേമം അൽഫോൺസ് ചേട്ടൻ കണക്ഷൻ പറഞ്ഞല്ലേ, ഇദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഫിലിം ഓപ്പറേഷൻ ജാവ ഞാൻ കാണാൻ പോയപ്പോൾ പ്രേമമാണ് അതിൽ കണക്ട് ചെയ്തത്. അപ്പോൾ ഞാൻ പ്രേമത്തിൻ്റെ വൺ ഫാൻ ബോയാണ്. പ്രേമത്തെ തന്നെ കണക്ട് ചെയ്തിട്ട് ഒരു ഡയറക്ടർ പടം പറയണം. അപ്പം നമ്മുടെയൊക്കെ ഇഷ്ടങ്ങളാണ് പുള്ളി പ്രേമത്തിൽ വന്ന ഇഷ്യൂസും കാര്യങ്ങളും, അത് ഭയങ്കര രസമായിട്ടാണ് ആ പടത്തിൽ നമ്മൾ കിട്ടിയത്. അത് ഭയങ്കര ഫീലായി. അപ്പോൾ ഇദ്ദേഹം ആരാണ്, അപ്പോൾ ആരെയും അസ്റ്റ് ചെയ്യാതെ വന്നൊരു ഡയറക്ടർ, അസ്റ്റ് ചെയ്യാതെ പടം ചെയ്തു. അപ്പോൾ നമ്മൾ പണ്ട് കുറേ ഇങ്ങനെ അസ്റ്റ് ചെയ്തിട്ടൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊരു അസൂയൊക്കെ വരും. അത് കഴിഞ്ഞപ്പോൾ സൗദി വെള്ളക്ക എന്ന് പറഞ്ഞ പടം. അപ്പോൾ ഏതൊക്കെയോ ഒരു ഗ്രൂപ്പുകളിലൊക്കെ ആയിട്ട് ഇത്തിരി നെഗറ്റീവ് കമൻറ്റ്സ് ഇദ്ദേഹത്തെ പറ്റി കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സെൽഫ് മാർക്കറ്റിങ്ങിൻ്റെ ആളാണ്, കൂടെ വർക്ക് ചെയ്യുന്നവരെയും കൊണ്ടൊക്കെ ഭയങ്കരമായിട്ട് മാർക്കറ്റിങ് ADസിനെയും കൊണ്ടൊക്കെ ഭയങ്കര പാടാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനത്തെ ഒരു മൂഡ് വെച്ചിട്ടാണ് ഞാൻ തരഞ്ചേട്ടൻ്റെ സെറ്റിലേക്ക് വരുന്നത്. അപ്പോൾ ഇനി പുള്ളി ജാടയാണെന്ന് ഓർത്തിട്ട് ഞാൻ തുടക്കം തന്നെ സർ മൂഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ പുള്ളിയുടെ ADs ഉണ്ട്, ആൽവിൻ, മോഹിത്ത്, സനു, ആർവിഷ് എന്നൊക്കെ പറഞ്ഞവർ. ഞാൻ ഇവരോടൊക്കെ സംസാരിക്കും. ഞാനും പണ്ട് AD ആയിട്ടുള്ളതുകൊണ്ടും അസിസ്റ്റൻസ് ആയിട്ട്. അപ്പോൾ പിന്നെ ബിനിച്ചേട്ടനാണ് ചീഫ്, ശംഭു ചേട്ടൻ, മധുച്ചേട്ടൻ, ഇവരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഏറ്റവും നമുക്ക് കമ്പനി ആയിട്ടുള്ള ആൾക്ക് പിള്ളേർ സെറ്റിനെ ഞാൻ പിടിക്കും. എന്നിട്ട് ഇവരോട് ഇങ്ങനെ എൻ്റെ ഉള്ളിൽ സാധനം കിടക്കുന്നതുകൊണ്ട് എനിക്ക് പേടി, ചരഞ്ചേട്ടനായിട്ട് എങ്ങനെ മിങ്കിൾ ചെയ്യണമെന്ന് എനിക്ക് അറിയത്തുമില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ മോഹിത്ത് വന്നിട്ട് ഇന്ന് വരെയും തരഞ്ചേട്ടൻ വേറെ പടങ്ങളിൽ പുള്ളി വർക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ട്,
പക്ഷേ തരഞ്ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ശേഷം പുള്ളി വേറെ വർക്കിനൊന്നും പോയിട്ടില്ല. തരഞ്ചേട്ടൻ്റെ പരിപാടി, തരഞ്ചേട്ടൻ്റെ എലിഫൻ്റ് ടെയിൽസ് അങ്ങനെ പരിപാടിയായിട്ട് പോവുക. സനു അങ്ങനെ എല്ലാവരും തരഞ്ചേട്ടൻ്റെ അടുത്ത് വന്നതിന് ശേഷം പോയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ADസിന് വേണ്ടി പണിയെടുപ്പ് ഇങ്ങനെ സെൽഫ് മാർക്കറ്റിംഗ് ചെയ്യുന്നു പറഞ്ഞിട്ട് ഇവർക്കത് ഫീൽ ചെയ്യുന്നില്ലേ? അത് ഇവരെല്ലാം എന്താ ഇങ്ങനെ നിൽക്കണേ. അപ്പോൾ ആൽവിൻ എന്ന് പറയുന്ന അതിൽ റിപ്പോർട്ടൊക്കെ എഴുതുന്ന ഒരു പയ്യനുണ്ടായിരുന്നു. അപ്പോൾ ആൽവിനാണെങ്കിൽ ഫുൾ സ്ക്രിപ്റ്റ് ബൈ ഹാർട്ടാണ്. ഏത് സീന് എവിടെ ഉണ്ടെന്ന് ഒക്കെ പുള്ളിക്ക് കറക്റ്റായിട്ട് അറിയാം. അവൻ എഡിറ്റും ചെയ്യും. ഈ എലിഫൻ്റ് ടെയിൽസിൻ്റെ വർക്കുകളൊക്കെ അവനെ ചെയ്യാം. അപ്പോൾ ഞാൻ അവനോട് ചോദിക്കുമ്പോൾ അവൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം ഇങ്ങനെ. പക്ഷെ ഞാൻ അപ്പോൾ വന്നിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ദിവസമായപ്പോഴത്തേക്കും ഇദ്ദേഹത്തിൻ്റെ ഒരു സീൻ കൊറിയോഗ്രാഫിയും കട്ട് പറയുന്ന പൊസിഷൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒരുപാട് എടുക്കത്തില്ല, വേണ്ടത് എന്തോ കറക്റ്റായിട്ട് എടുക്കും. എന്താണ് വേണ്ടാത്തത് അത് ഒന്നുകൂടി എടുക്കും. അതിപ്പോൾ ആരോടാണെങ്കിലും ഒന്നുകൂടി വേണമെന്ന് അദ്ദേഹം പറയും. അതിൻ്റെ ഒരു ഡൺ എന്നുള്ളൊരു വിളിയുണ്ടല്ലേ. അപ്പോൾ ഏറ്റവും രസം എന്നെ ഞെട്ടിച്ചത് പ്രകാശ് വർമ്മ സർ. കാരണം ഇദ്ദേഹത്തിനെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഇദ്ദേഹം ചെയ്തിട്ടുള്ള വർക്കുകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ടാണ് ഇപ്പോൾ മലയാളികൾ മൊത്തം ഇത് ആരാന്ന് ചോദിക്കുന്നു. വോഡാഫോണിൻ്റെ ആഡൊക്കെ ചെയ്ത മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റൈലേ വേറെയാണ്. ഷാറുഖ് ഖാൻ്റെ ഒക്കെ ആഡ് ഭീകരമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ നമ്പർ 1 എന്ന് പറയാമല്ലോ, അതിന് മുകളിലുള്ള ഒരാളാണ്. അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ട് ലാലേട്ടൻ്റെ മുമ്പിൽ അങ്ങ് പ്രസൻറ്റ് ചെയ്തേക്കുക. അതിപ്പോൾ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് അദ്ദേഹം എന്താ ചെയ്തതെന്ന്. അദ്ദേഹത്തിന് അറിയാവുന്നവർക്കെല്ലാം ഷോക്കിംഗ് ആയിരിക്കും. ഇങ്ങനെ ചെയ്യുന്നത് എങ്ങനെ? അത് തരഞ്ചേട്ടൻ്റെ ഞാൻ തരഞ്ചേട്ടന് ചോദിച്ചു, ചേട്ടാ എങ്ങനെയാണ് പുതിയൊരാളെ ഇങ്ങനെ കണ്ടെടുക്കാൻ പറ്റുന്നത്? ചേട്ടൻ പറഞ്ഞു, എടാ എൻ്റെ ക്യാരക്ടറിൻ്റെ രൂപം അവരിൽ എനിക്ക് തോന്നിയാൽ മതി, ബാക്കി അവരെയും കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കും. അത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ ഇന്റർവ്യൂവിന് തരഞ്ചേട്ടൻ വന്നപ്പോൾ തരഞ്ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര ഒബ്സർവർ ആണ് പുള്ളി, വഴി നോക്കി ഇങ്ങനെ കാസ്റ്റ് ചെയ്യും. സൗദിയിലെ ഉമ്മയില്ലേ, അപ്പോൾ ഉമ്മാനെ കാസ്റ്റ് ചെയ്തത് ഏതോ ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് കണ്ടിട്ടാണ്. അത് ശരി. അവർ ഇതിനു മുമ്പ് സ്ക്രീൻ ഡയലോഗ് പോലും പറയാത്ത ഒരാളാണ്. ഒരു സ്ഥലത്ത് കേട്ട പാട്ട് പോലും മൂളി പാടാത്ത ഒരാളാണെന്ന് തോന്നുന്നു ആ അമ്മ. പക്ഷേ അതിൽ പെർഫോമൻസ് കണ്ടായിരുന്നു. അതെ. അപ്പോൾ അതുപോലെ എനിക്ക് ഞെട്ടിപ്പോയി. അല്ല, അത് ബിനുചേട്ടനും പറഞ്ഞു അതായത് അവർ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ വിഷയമാണ്. പക്ഷെ ആദ്യം പോയി സംസാരിക്കുക, അവർ ഓക്കെയാണ് എന്ന് പറഞ്ഞിട്ട്. അതുപോലത്തെ ഒരു പരിപാടി ചെണ്ടയിലുണ്ട്. ചേട്ടൻ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ബൂസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ആർട്ടിസ്റ്റിനെ ബൂസ്റ്റ് ചെയ്യാൻ ചേട്ടൻ ഭീകരന. ചേട്ടൻ എന്താ പറയുക, ആ ക്യാരക്ടറിലേക്ക് അവരെ ആക്കി കളയും. അവരാ മൂഡിൽ അവിടെ നിൽക്കുക. അപ്പോൾ എനിക്ക് ജോർജ് സാറ് ഷൂട്ടിൽ നമ്മുടെ അടുത്തേക്ക് വന്ന് നിൽക്കുമ്പോൾ എനിക്ക് ടെൻഷനായി. കാരണം ഞാൻ ജോർജ് സാറിനെ പേഴ്സണലി വീഡിയോസിൽ കണ്ടിട്ടുണ്ടല്ലാതെ നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നമുക്കൊരു ടെൻഷനൊക്കെ ആവും. പക്ഷേ അവരെല്ലാം മൂഡിലാണ്. കാരണം തെരഞ്ഞെടുത്ത് അങ്ങനെയാണ് അവരെ കീ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ജേണി തുടങ്ങി. അപ്പോൾ ഞാൻ ചെയ്ത വർക്കുകളൊക്കെ ചേട്ടനോടും പറയാറുണ്ട്. അപ്പോൾ ചേട്ടൻ എന്നോട് ചോദിച്ചു, എടാ എനിക്ക് എങ്ങനത്തെ പടമൊക്കെ എഡിറ്റ് ചെയ്യാൻ ആഗ്രഹം? ചേട്ടാ എനിക്കൊരു ആക്ഷൻ പടം, ചേട്ടാ ഇതുപോലത്തെ ഒരു പടം ചെയ്യണമെന്നാണ് എനിക്ക് ആഗ്രഹം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു എൻ്റെ അടുത്ത പരിപാടി ഇങ്ങനത്തെ പരിപാടിയാണ്, ഓക്കേട്ടാ നമുക്ക് നോക്കാം എന്നൊക്കെയുള്ള രീതിയിൽ പോയി. അങ്ങനെ പോകെ തരഞ്ചേട്ടൻ നമ്മളെ എങ്ങനെയാ പറയുക, നമ്മുടെ ഒരു ഫ്രീഡം തരും. ഞാൻ സ്പോട്ട് ചെയ്യുകയാണെങ്കിലും നമ്മുടെ ഒരു വേർഷൻ പുള്ളിനെ കാണിക്കാൻ പുള്ളി അവസരം തരും. അപ്പോൾ അത് കാണിക്കും. അപ്പോൾ ചേട്ടൻ്റെ സജഷൻ പറയും. അപ്പോൾ നമ്മൾ അപ്പോൾ തന്നെ ചെയ്തു കൊടുക്കുക. മേ ബി അപ്പോൾ ഇത് ഒരു സീക്വൻസ് ഒരു മേജർ ഒരു പോലീസ് സ്റ്റേഷനിലുള്ളൊരു സീക്വൻസ് ഞാൻ ഒരു ആക്ഷൻ സീക്വൻസ് നേരത്തെ അത് ഷൂട്ട് കഴിഞ്ഞതായിരുന്നു. ആ സമയത്ത് ഞാൻ ചെന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു സ്പോട്ട് എഡിറ്റ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. നിഷാദിക്കായും അത് ചെയ്തിട്ടില്ല എന്നു പറഞ്ഞു. ഞാൻ ചോദിച്ചു, എനിക്ക് ആക്ഷൻ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചോദിച്ചു, ചേട്ടൻ ഞാനത് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ചേട്ടൻ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ചേട്ടൻ തന്നു, ഞാനത് ചെയ്തു കാണിച്ചു. ചേട്ടന് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ രഞ്ജിത്ത് സാറിനെ കൊണ്ടേ കാണിക്കും. രഞ്ജിത്ത് സാറിന് ഭയങ്കര ഇഷ്ടമായി. ഷായി സാറിനെ കാണിച്ചു. അപ്പോൾ അതൊക്കെ മേ ബി ഇതിലേക്ക് വരാനൊരു കാരണമായിരിക്കും. പിന്നെ കമ്പത്തുള്ളൊരു സീക്വൻസ്, ഇങ്ങനെ ഇൻ്റർകട്ടായിട്ടുള്ള സീക്വൻസ്, അതൊക്കെ ചെയ്തപ്പോൾ ചേട്ടന് അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോകുമ്പോഴാണ് ഞാൻ നേരിൽ പോലും പരിചയമില്ലാത്ത സിനിമയിൽ മാത്രം പരിചയപ്പെട്ട തരഞ്ചേട്ടൻ എന്നെ വിളിച്ചിട്ട് ഇത്രയും വലിയൊരു അവസരം. കാരണം അവർ വിളിച്ചാൽ ആര് വേണേലും വരും. ലാലേട്ടൻ രഞ്ജിത്ത് സാർ പ്രൊഡക്ഷനിലുള്ള പടം രഞ്ജിത്ത് സാർ ആര് വേണേലും കൊണ്ടുവരും. മനസ്സിലായി. അപ്പം നമുക്ക് കിട്ടിയ അവസരം എന്ന് പറഞ്ഞാൽ കറക്റ്റ്. എൻ്റെ ലൈഫ് ടൈമിൽ എന്നെ ഇതുപോലെ ആരും വിശ്വസിച്ചിട്ടില്ല. എൻ്റെ ഈ സിനിമയിൽ എഡിറ്റ് വന്നതിന് ശേഷം പല ഘട്ടങ്ങളുണ്ടായിട്ടുണ്ട്, പലതരത്തിലുള്ള. എന്നെ ഒരു അനിയനെ പോലെ ഇങ്ങനെ ചേർത്ത് നിർത്തി സെറ്റാവൂടാ എന്ന് പറഞ്ഞ് തോളത്ത് തട്ടുമ്പോൾ എന്താ പറയുക, എനിക്ക് ഭയങ്കര ഒരു ബൂസ്റ്റാണ്. ലൈക്ക് ഇമോഷണലി എനിക്ക് ഭയങ്കര എന്നെ ആരും ഇതുപോലെ ഇത്രയും വിശ്വസിച്ചിട്ടില്ല. എന്നെ വിശ്വസിച്ച് ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നത് നിഷാദിക്കയുടെ ബ്ലെസ്സിങ് ആണ്. എനിക്ക് നിഷാദിക്ക തന്നിട്ട് പോയൊരു അനുഗ്രഹമാണ്.
എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം ഇദ്ദേഹത്തിൻ്റെ പേരിൻ്റെ കൂടെ എൻ്റെ പേര് വരുമ്പോൾ ഉം. അദ്ദേഹത്തിന് മോശപ്പേരാവരുത്, ഞാൻ ഈ സിനിമ നശിപ്പിച്ചു, എന്തിനിവർ ചെയ്തു എന്ന് പറയരുത് എന്ന് മാത്രം ഞാൻ ആ ഒരു ആഗ്രഹിച്ചു. റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് അപ്പോൾ കാരണം രഞ്ജിത്ത് സാറിനെ പോലെയുള്ള ഒരു വലിയ പ്രൊഡക്ഷൻ ഹൗസ് നമ്മൾ വിശ്വസിക്കുമ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? കറക്റ്റ്. അതിൻ്റെ മാക്സിമം ചെയ്യണം. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസം റിലീസിങ് ഡേ ആണ് ഞാൻ എൻ്റെ ലാപ്ടോപ്പ് മടക്കുന്നത്. അതുവരെ ഞാൻ ഷൺമുഖൻ്റെ കൂടെയായിരുന്നു. കാരണം എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ഈ പടത്തിന് വേണ്ടി ചെയ്യും. കാരണം അത് എന്നെ രഞ്ജിത്ത് സാറും തരഞ്ചേട്ടനും വിശ്വസിച്ച ആ വിശ്വാസത്തിനുള്ളൊരു എന്താ പറയുക, ഞാൻ നന്ദി എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം അതിന് മുകളിലാണ്. കാരണം എന്നെ ആരും ഇതുപോലെ വിശ്വസിച്ചിട്ടില്ല. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ തരഞ്ചേട്ടനും രഞ്ജിത്ത് സാറെന്ന് ഞാൻ പറയും. കാരണം അത് ഞാൻ ഫീൽ ചെയ്തു. ഇപ്പോൾ ഭരതനാട്യത്തെക്കുറിച്ച് പറഞ്ഞു, ഭരതനാട്യം 2 വരുന്നൊരു സംഭവം നമ്മൾ കേട്ട്. അതെ, അതുള്ളതാണോ? അത് ഒഫീഷ്യലായിട്ടൊന്നും ആയിട്ടില്ല. പക്ഷെ ഒരു പടം കൃഷ്ണദാസിൻ്റെ വരുന്നുണ്ട്. ഓക്കെ. അത് സെയിം ടീമാണ്. ബാക്കിയുള്ളത് അവരുമായിട്ട് തന്നെ പ്രൊഡക്ഷൻ രീതിയിൽ തന്നെ നമ്മൾ അറിയിക്കും. ഓക്കെ. പക്ഷെ അത് നല്ല രസമുള്ളൊരു കണ്ടന്റ് ആണ്. അതിന്റെ എഴുത്തും പരിപാടികളൊക്കെ കഴിഞ്ഞു, തമാശകളൊക്കെ ഉള്ള ഒരു പരിപാടിയാണ്. ഓക്കെ. L360 നമ്മളെല്ലാവരും ഭയങ്കര എക്സ്പെക്ട് ചെയ്തിരുന്നൊരു പ്രോജക്റ്റ് ആയിരുന്നു. അപ്പോൾ അതുപോലെ ഭയങ്കര ഹൈപ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്രോജക്റ്റാണ് SG250. ഒറ്റക്കൊമ്പൻ്റെ ഇപ്പോൾ സെക്കൻഡ് ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതുവരെ കണ്ട വിഷ്വൽസ് എങ്ങനെയുണ്ട്? ഒറ്റക്കൊമ്പനിൽ ഉണ്ടെന്നറിയാം, എഡിറ്റിംഗ് ടീമിൽ ഉണ്ടെന്നറിയാം. അതെ, ഒറ്റക്കൊമ്പൻ എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യം, നമുക്ക് ഒരു വർക്ക് കഴിയുമ്പോൾ അത് റിലീസായതിനു ശേഷമായിരിക്കും നമുക്ക് അടുത്തൊരു വർക്ക് കിട്ടുക, നമ്മൾ എങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന്. പക്ഷെ ഒറ്റക്കൊമ്പൻ ഷാജി സാർ എന്താ പറയുക, എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടൊരു മനുഷ്യനാണ്. ഏതൊരു കാര്യത്തിനും ഏത് സമയത്തും ഏത് രാത്രിയിലും എനിക്ക് വിളിക്കാം. ഈ പടത്തിൻ്റെ ഓരോ ഘട്ടത്തിലും പലതരത്തിലുള്ള ഹെൽപ്പ് എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഷാജി സാർ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ട് അത്രയും വലുതാണ്. അപ്പോൾ ഷാജി സാർ ആണ് എന്നെ ഒറ്റക്കൊമ്പനിലേക്ക് വിളിക്കുന്നത്. ഒറ്റക്കൊമ്പനിൽ എഡിറ്ററാണ്, മെയിൻ എഡിറ്ററാണ്, അറിയാം. അപ്പോൾ നോർമലി എനിക്ക് ചോദിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെയിൻ എഡിറ്റിങ്ങിൽ നിന്ന് സാധാരണ സ്പോട്ട് എഡിറ്റിങ്ങിലേക്ക് പോയും പിന്നെ മെയിൻ എഡിറ്റിംഗ് അതൊരു പ്രോസസ്സ് ഉണ്ടോ? എഡിറ്റേഴ്സിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ഒരു പ്രോസസ്സ് ഉണ്ടോ? സ്പോട്ട് എഡിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ലൊക്കേഷനിൽ സ്ക്രീൻ പ്ലേ അനുസരിച്ചിട്ട് സീൻസ് എഡിറ്റ് ചെയ്യാം. അത് നമുക്ക് ഷാർപ്പ് ചെയ്യാനും പറ്റും. നമുക്ക് അതിനുള്ള അനുവാദം എല്ലാം ഡയറക്ടേഴ്സും തരുകയും ചെയ്യും. പക്ഷെ അതിനുശേഷം നമ്മൾ ഫുൾ സ്ട്രെച്ചിൽ പടം കാണുമ്പോൾ മേ ബി സീൻ വേണ്ടി വരില്ല. ഓക്കെ. ചിലപ്പോൾ നമുക്ക് ഡിലീറ്റഡ് സീനായിരിക്കും, ചിലപ്പോൾ ഈ സീൻ കുറച്ചുകൂടിയും ഷാർപ്പ് ആവാം, അല്ലെങ്കിൽ ഈ വേർഷനിലായിരിക്കില്ല എഡിറ്റ് പോവുക. ഓരോ മൂഡ് അനുസരിച്ചായിരിക്കുമല്ലോ ഓരോ സീനിൻ്റെ ഒരു പേസിങ് നമ്മൾ സെറ്റ് ചെയ്യുക. അപ്പോൾ ഫുൾ ലെങ്ത്തിൽ വരുമ്പോൾ പടത്തിൻ്റെ ഒരു 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 ഡിസൈൻ പരിപാടിയുണ്ട്. നമ്മുടെ ഓരോ സീൻ വൈസ് ആയിരിക്കും നമ്മൾ സ്പോട്ടിൽ ചെയ്യുക. അതിന് ഒരു ഒറ്റ സ്ട്രക്ചർ സെറ്റും ഉണ്ടാവും. പക്ഷെ പടത്തിൻ്റേതായിട്ടൊരു പേസിങ് ഇമോഷണലും ആയിട്ട് വരുമ്പോൾ ചിലപ്പോൾ ഈ സീൻ ഇതിന് മുമ്പാവാം, ചിലപ്പോൾ അതിന് ശേഷമാവും, ഒന്നുകൂടി ഷാർപ്പ് ചെയ്യാൻ തോന്നാം. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളിലൂടെ നമുക്ക് പോകാൻ പറ്റും. മനസ്സിലായി. അപ്പോൾ അത് ഒരു എന്താ പറയുക, എഡിറ്റും സ്പോട്ടും ഭയങ്കര റെസ്പോൺസിബിലിറ്റി തന്നെ രണ്ട് വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട് ഈ സ്പോട്ട് എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്യോർ ടെക്നിക്കലാണ്. പക്ഷേ മെയിൻ എഡിറ്റിംഗിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് ടെക്നിക്കൽ വരും, ഇമോഷണൽ ബാലൻസ് വരും, ലോജിക്ക് വരും, ഇത്രയും സാധനങ്ങൾ വരും എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഡയറക്ടർ എഡിറ്റർ കോമ്പിനേഷൻ ഭയങ്കര ക്രൂഷ്യലാന്ന് കേട്ടിട്ടുണ്ട്. പല സമയം സിനിമ നല്ലതാവാൻ വേണ്ടിയിട്ട് ഭയങ്കര കോൺഫ്ലിക്ട്സ് വരാറുണ്ടെന്ന് പറയും. ഡയറക്ടറും എഡിറ്ററും തമ്മിൽ ഭയങ്കര കോൺഫ്ലിക്ട്സ് വരും. ഇപ്പം ഇതിൽ ഡയറക്ടർ ആൻഡ് എഡിറ്റർ തുടരും സിനിമയിൽ ഉള്ള ഒരു കോംബോ ഓൾറെഡി പറഞ്ഞു, ഭയങ്കര സൂപ്പറായിട്ട് അത് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇപ്പോൾ ഒറ്റക്കൊമ്പനിലേക്ക് പോയാലാവട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ ഭരതനാട്യം ആവട്ടെ, ഇപ്പോൾ ഇത് ചെയ്ത് ഇത്രയും വർക്ക്സിൽ ആസ് ആൻ എഡിറ്റർ ഫീൽ ചെയ്തിട്ടുണ്ടോ ഓക്കെ എനിക്ക് ഡയറക്ടറിൻ്റെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്, അല്ലെങ്കിൽ അവരുമായിട്ട് സമ്മപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഏറ്റവും കൂടുതൽ ഞാൻ ശ്രമിക്കാറുള്ളത് ഡയറക്ടറിൻ്റെ മനസ്സിലുള്ള സിനിമ എന്താണെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ ഞാൻ അവരോട് സംസാരിക്കാറുള്ള ഓരോ സീൻ എടുക്കുന്നത് ഞാൻ എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ്, ചേട്ടാ അല്ലെങ്കിൽ ദാസ അല്ലെങ്കിൽ മാത്യു ചേട്ടൻ്റെ മനസ്സിൽ ഈ സീൻ എങ്ങനെയാണ് എന്ന് ഞാൻ ചോദിക്കും. അല്ലെങ്കിൽ അവരോട് അടുത്ത് ഞാൻ ഫുൾ കഥ കേൾക്കാറുണ്ട്. ഇവരുടെ മനസ്സിലുള്ള കഥ, ഇവരുടെ മനസ്സിലുള്ള മ്യൂസിക്, ഇതൊക്കെ ഞാൻ ഫീൽ ചെയ്യാറുണ്ട്. അതിനുശേഷം ഞാൻ എഡിറ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവരുടെ മനസ്സിലുള്ളൊരു സാധനം മനസ്സിലായി. എന്നിട്ട് നമ്മൾ സ്ട്രക്ചർ ഉണ്ടാക്കും, അവരെ കാണിക്കും. അവർക്കത് ഇഷ്ടമായി കഴിഞ്ഞാൽ ആ സ്ട്രക്ചറിനെ ഒന്ന് ബ്രേക്ക് ചെയ്യും. ആ സ്ട്രക്ചറിനെ ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് നമ്മുടേതായിട്ടുള്ള ഇഷ്ടത്തിലൂടെ അവർക്ക് കൂടി വർക്കാവുന്ന രീതിയിലാക്കാൻ ഞാൻ ശ്രമിക്കും. അപ്പോൾ മൊത്തത്തിൽ ചിലപ്പോൾ അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സീൻസ് ചിലപ്പോൾ പോവും, ഷോർട്സ് മാറും. അപ്പോൾ അവരെ ഒന്ന് കൺവിൻസ് ചെയ്യേണ്ട കാര്യം നമുക്കുണ്ട്. അവരെ അത് കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ സീൻ ഓക്കെ. ചിലപ്പോൾ നമ്മളുടെ ജഡ്ജ്മെൻറ്റ് ശരിയാവണമെന്നില്ല, ചിലപ്പോൾ തെറ്റായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അവരെന്തുകൊണ്ട് അത് വെച്ചു എന്ന് അവർ നമ്മളെ കൺവിൻസ് ചെയ്യും. അത് ഒരു ഈക്വൽ കൊടുക്കൽ വാങ്ങൽ പരിപാടിയാണ്. കാരണം
ചിലപ്പോൾ അവർ കുറേ കാലമായിട്ട് ഇതിൽ നിൽക്കുന്നതുകൊണ്ട് ചില കാര്യങ്ങളിൽ ചിലപ്പോൾ ജഡ്ജ് ചെയ്യുമ്പോൾ അതും കൂടി ഉണ്ടെങ്കിലല്ലേ അത് മനസ്സിലാവുള്ളൂ എന്ന് തോന്നും. പക്ഷെ അതല്ലാതെ ഓൾറെഡി മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ക്ലിയർ ആവും. അവരെ അത് പറഞ്ഞ് ക്ലിയർ ആക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയാണ്. അതുപോലെ തന്നെ അവരുടെയും അത് റിസീവ് ചെയ്യാന്നുള്ളതും അവരുടെ ഒരു ക്വാളിറ്റിയാണ്. കാരണം നമ്മൾ പറയുന്നത് ആ ഒരു രീതി തന്നെ തിരിച്ചെടുക്കുക എന്നുള്ളത് ഓരോ ഡയറക്ടേഴ്സിൻ്റെയും എന്താ പറയുക ക്വാളിറ്റി തന്നെയാണ്. സുഡാനി ഫ്രം നൈജീരിയയിൽ ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൽ അബ്ദുള്ള സാർ ഇറങ്ങി വന്നിങ്ങനെ നമ്മൾ കൈ കാണിച്ച് പോകുന്നുണ്ട്, തിരിഞ്ഞു നോക്കാതെ കൈ കാണിച്ച് പോകുന്നുണ്ട്. ആ സീന് അതിൻ്റെ എഡിറ്റർ ഭയങ്കരമായിട്ട് ലൈക്ക് ആ സീൻ വേണം എന്ന് ഡയറക്ടർ കട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അത് വേണം, ആ സീൻ വേണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് വെച്ച സീനാണ്. അപ്പോൾ അത് പിന്നീട് ഭയങ്കര ഇമോഷണലി ടച്ചിങ് ആണ് ആ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതൊരു എഡിറ്ററിൻ്റെ സൈഡിൽ നിന്ന് കോൺട്രിബ്യൂഷനാണ്. അപ്പോൾ ഇതിനോട് കണക്ട് ചെയ്ത് തന്നെ പറയാം. ഇപ്പോൾ എഡിറ്റർ ശ്രീകാർ പ്രസാദ് സാർ നമ്മുടെ ഇൻ്റർവ്യൂവിൽ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എഡിറ്റേഴ്സ് പൊതുവേ ബെസ്റ്റ് സീൻസ് ആക്ടേഴ്സിൻ്റെ ബെസ്റ്റ് ഷോട്ടും ജഡ്ജ് ചെയ്യാൻ പറ്റണം എന്ന് പറയാറുണ്ട്. അപ്പോൾ അതുപോലെ ബെസ്റ്റ് സീൻ ഇതിനകത്ത് ഇപ്പോൾ ലാലേട്ടൻ്റെ ശോഭന ചേച്ചിയുടെ അല്ലാതെ വേറൊരാളുടെ ബെസ്റ്റ് ഷോട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് ഷോട്ടായിരുന്നത്? തുടരുമില്ല ഒരുപാട് പേരുണ്ട് ഇതിൽ അഭിനയിച്ചിട്ടുള്ള. ബിനുചേട്ടൻ, പ്രകാശ് വർമ്മ സാർ, പിന്നെ അതിൽ അഭിനയിച്ചിട്ടുള്ള നമ്മുടെ തോമസ് മാത്യു, പിന്നെ നമ്മുടെ പുതിയ കുട്ടിയുണ്ട് വർഷ എന്ന് പറഞ്ഞ പെൺകുട്ടിയുണ്ട്, ആദ്യമായിട്ട് ഈ പടത്തിൽ അഭിനയിക്കുന്നത്. അവരുടെ പെർഫോമൻസ് എല്ലാവരും അവരുടെ മേഖലയിൽ എല്ലാ സീക്വൻസിലും ഒരു ഗംഭീര ഷോട്ട് തന്നിട്ട് പോയിട്ടുണ്ട്. ഉറപ്പായിട്ടും ഇതിൽ വന്നു പോയ ചെറിയ റിയാക്ഷൻ തരുന്ന ചേട്ടന്മാർ വരെ, ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്നവരുടെ വരെ കറക്റ്റ് ആ സിനിമയ്ക്ക് ആ ഫീലിൽ എന്ത് വേണം എന്നുള്ളത് അവർ അറിഞ്ഞു തന്ന പോലെയാണ്. എല്ലാ സിനിമയ്ക്കും അങ്ങനെ കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ സിനിമയിൽ വന്നിട്ടുള്ള ഒരാളും അയ്യോ ഇത് വേണ്ടായിരുന്നു എന്ന് തോന്നുന്ന പോലത്തെ പരിപാടി തന്നിട്ടില്ല. തുടരുമിൻ്റെ സ്റ്റാർട്ടിങ് ടൈറ്റിൽ കാർഡ്സ് എഴുതി കാണിക്കുമ്പോൾ ലാലേട്ടൻ്റെ കുറേ പഴയ വിൻറ്റേജ് ഫോട്ടോസ് ഉണ്ട്, ലാലേട്ടൻ്റെ ശോഭന ചേച്ചിയുടെ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് ആ സമയത്ത് എഡിറ്റിംഗിൽ തീരുമാനിച്ചു നോക്കി ഇങ്ങനെ നമുക്ക് ടൈറ്റിൽ കാർഡ്സ് എങ്ങനെ പ്ലേ ഔട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പിന്നീട് എഡിറ്റ് ചെയ്തെടുത്താണ് ആ പഴയ ഫോട്ടോസ് എല്ലാം. അത് എഡിറ്റിൽ ഒരു വേർഷനിൽ അത് ഉള്ളതും ഇല്ലാതെയും നമ്മൾ നോക്കി. അപ്പോൾ നമുക്ക് അതിലൊരു കഥ പറച്ചിൽ വേണം, ഇവരുടെ ഒരു കഥ പറയുന്ന രീതി വേണം എന്നൊരു തോന്നലുണ്ടാവുകയും ഓൾറെഡി ഒരു വേർഷൻ ഓഫ് സ്ക്രിപ്റ്റിൽ ഇങ്ങനത്തെ ഒരു വേർഷൻ ഉണ്ടായിരുന്നു തരഞ്ജൻ്റെ മനസ്സിൽ. പിന്നീട് ഒരു ട്രിംഡ് സ്ക്രിപ്റ്റിൽ അത് മാറിയതാണ്. അപ്പോൾ ഇങ്ങനൊരു പരിപാടി വന്നാൽ നമുക്ക് ഇപ്പോഴത്തെ എയുടെ സാധ്യതയ്ക്ക് വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഇവരുടെ പഴയ കാലം ഒന്ന് കാണിച്ചാൽ രസമായിരിക്കും തോന്നി. അങ്ങനെ ആകുമ്പോൾ മാസ്റ്റർ ആയിട്ടുള്ള കണക്ഷൻസിന് കുറച്ചുകൂടി ഒരു ഡെപ്ത് ഉണ്ടാവും എന്നുള്ളൊരു ഫീൽ വന്നു. അപ്പോൾ നമ്മളങ്ങനെ പ്ലാൻ ചെയ്യാറുണ്ട്. ശരി. അപ്പോൾ ഇപ്പോൾ 13 വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുണ്ട്, ഒരുപാട് മേഖലയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട്, പിന്നെ ഇപ്പോൾ എഡിറ്ററായിട്ട്, സ്പോട്ട് എഡിറ്ററായിട്ട്, അങ്ങനെ കുറേ ഇതുണ്ട്. ഓൺലൈൻ എഡിറ്റിംഗ് അതെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും മോസ്റ്റ് ഡിഫിക്കൽട്ട് ടാസ്ക് ഏതാണെന്ന് ചോദിച്ചാൽ ചെയ്തു പറയും? എനിക്കങ്ങനെ എല്ലാം ഭയങ്കര ഇഷ്ടത്തോടെ ചെയ്തിട്ടുള്ളത്. കാരണം ഇതെല്ലാം ആഗ്രഹം കൊണ്ട് ചെയ്യുന്നതാണ്. എനിക്കൊരു ജോലി മൂഡിലൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇതെൻ്റെ പാഷൻ, എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ അയ്യോ ഇത് പറ്റണ പണിയല്ല എന്ന് തോന്നുന്ന പരിപാടിയൊക്കെ ഞാൻ അവിടെ വെച്ച് നിർത്തിയിട്ടുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാക്സിമം എന്തോരം ചെയ്യാൻ പറ്റുമോ, എന്തോരം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അത് മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളൂ. തുടരും സിനിമയുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും സൂപ്പറാണ്. എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് ഇപ്പോൾ പുൾ ഓഫ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒന്ന് എടുത്തു പറയാൻ പറഞ്ഞ ഒരു 2 ഡിപ്പാർട്ട്മെൻറ്റ്, എഡിറ്റിങ്ങും വേറെ ഡയറക്ഷനും അല്ല, പക്ഷെ അല്ലാതെ ഈ 2 ഡിപ്പാർട്ട്മെൻറ്റ് എനിക്ക് എടുത്ത് പറയണം എന്നുണ്ടെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റ്? എനിക്ക് 2 അല്ല 3 ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ. ഒന്ന് സിനിമാറ്റോഗ്രാഫി. ഓക്കെ. ഷാജി സാറ് ഞെട്ടിച്ചു കളഞ്ഞു. എന്താ പറയുക, നമ്മുടെ ഇമോഷനെ വിഷ്വൽ ചെയ്ത് തന്നു. ഗംഭീരം ഗംഭീര വർക്കാണ് അദ്ദേഹം തന്നെ. തിയേറ്ററിൽ ഭയങ്കര എക്സ്പീരിയൻസ്, തിയേറ്റർ എക്സ്പീരിയൻസ്. അതുപോലെ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞപ്പോൾ തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ രോമാഞ്ചം ഉണ്ടാക്കിയത് ജേക്സേട്ടനാണ്. ജേക്സേട്ടൻ കത്തിച്ചു തിയേറ്റർ. ജേക്സേട്ടൻ തകർത്തു. അതുപോലെ തന്നെ വിഷ്ണു ചേട്ടൻ നമ്മളെ എഡിറ്റിനെ സപ്പോർട്ട് ചെയ്തൊരു രീതിയുണ്ട്. എന്താ പറയുക, നമുക്ക് നെഞ്ചത്ത് കിട്ടുന്ന രീതിയിലാക്കി കളഞ്ഞു. ഫസ്റ്റ് ഷോട്ട് തൊട്ട് നമ്മുടെ പടം പതുക്കെയല്ല തുടങ്ങുന്നത്. ഫസ്റ്റ് ഷോട്ട് തൊട്ട് സൗണ്ട് ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യും. മറ്റേ സെക്കൻഡ് ഹാഫിൽ ഓപ്പണിങ് തന്നെ ബും എന്ന് പറഞ്ഞാൽ തുടങ്ങുക. ആൾക്കാർക്ക് അത് മിസ്സായി തന്നെയാണ്. ഞെട്ടിക്കാന്ന് പറഞ്ഞാൽ വിഷ്ണുവേട്ടനും ജയ്സേട്ടനും കൂടി തകർത്തു. സൗണ്ടിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിൻ്റെ മാക്സിമം അവർ ചെയ്തു. വിഷ്വലി ഷാജി സാറും ഇവർ 3 പേരും ഗംഭീര വർക്കാണ്. പിന്നെ ഒരുപാട് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് നമ്മളെ ഞെട്ടിച്ച ആർട്ട് വർക്ക് കാര്യങ്ങൾ. എല്ലാവരും ഗംഭീര, അവരവരുടെ മേഖലകളിൽ എല്ലാവരും ടോപ്പ് നോച്ചാണ് ഈ പടത്തിൽ. എനിക്ക് ഭയങ്കര സന്തോഷമായത് ഇത്രയും വലിയ സീനിയേഴ്സ് ടെക്നീഷ്യന്മാർ സൂപ്പർ ലെവലിൽ നിൽക്കുന്നവരുടെ കൂടെ എല്ലാം വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഭയങ്കര സന്തോഷവും ഭാഗ്യമായിട്ട് കാണും. ഇപ്പോൾ ഡയറക്ഷൻ സൈഡിൽ നിന്ന് വന്ന ആളാണ് ഷഫീഖ്. ഇപ്പം നെക്സ്റ്റ് നമ്മളൊരു ഡയറക്ടറായിട്ട് കാണും, എന്തെങ്കിലും പ്രോജക്ട്സ് വല്ല മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടോ?
ഞാനിങ്ങനെ കഥകൾ ഇങ്ങനെ മനസ്സിലുണ്ടാവാറുണ്ട്, പക്ഷെ ഇപ്പോൾ കുറച്ച് കാലം എഡിറ്റിങ്ങിലാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ. പക്ഷെ ഒരു നല്ലൊരു സിനിമ ആയി സംവിധാനത്തോടു കൂടി ഞാൻ വരും എന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ട്, ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പോൾ അടിപൊളി. അപ്പോൾ നെക്സ്റ്റ് അപ്കമിങ് പ്രോജക്ട്സ് ഉണ്ടെന്ന് അറിയാം. സോ ഓൾ ദി ബെസ്റ്റ്. ആൻഡ് ഷഫീഖിൻ്റെ ഇനിയും അങ്ങോട്ട് സക്സസ് തുടരട്ടെ, സിനിമയുടെ സക്സസ് ഇനി അങ്ങോട്ട് കുറേ കാലം തുടരട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടു ക്ലബ് FM. താങ്ക് യു.